ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതായത് രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം അത് നിങ്ങൾ രണ്ട് കുടുംബം അല്ലാതെ തൽക്കാലം മൂന്നാമതൊരു കുടുംബം അറിയരുത്. ഈ ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ വർമ്മ സാറ്? ആരെ പരിചയപ്പെടണ്ടേ? എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, അത് ശരിയാണല്ലോ. ഞാൻ എന്തൊരു വിട്ടിയാ. അല്ല, ഇതെല്ലാം പ്രതാപ വർമ്മ സാറിന്റെ വോട്ടുകളല്ലേ? അയ്യോ, വോട്ട് ചോദിക്കാനൊന്നുമല്ല ഞാൻ എല്ലാവരെയും ക്ഷണിച്ചത്. ഞങ്ങൾ സ്നേഹിക്കുന്നവരും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി ഒരു ഓണാഘോഷം. ഇത് എന്റെ മാത്രം ആഗ്രഹമല്ല, അമ്മയുടെ കൂടെ ആഗ്രഹമാണ്. സൂര്യമംഗലത്ത് സരസ്വതി വർമ്മ തമ്പുരാട്ടിയുടെ ഒരു സ്വപ്നം. മനുഷ്യരെല്ലാം ഒരുപോലെ, കൂടപ്പറപ്പുകളെ പോലെ, ഉറ്റ മിത്രങ്ങളെ പോലെ ഒരേ മനസ്സോടുകൂടി ജീവിക്കണമെന്ന ആ പഴയ ചക്രവർത്തിയുടെ സ്വപ്നം. എന്റെ പൊന്നു സാറേ, ഇന്ന് മനുഷ്യൻ അങ്ങനെ വല്ലതും ഉണ്ടോ? 4-5 പേർ ഒരുമിച്ച് കൂടിയ അഭിപ്രായ വ്യത്യാസവും തമ്മിലടിയും കുതികാലുവെട്ടും കൂട്ടക്കുരുതിയും വെള്ളമടിയും. ഹോ, എല്ലാവർക്കും അവരവരുടെ കാര്യം. ഒരു സമത്വം ഇല്ലെന്നേ. അമ്മ ഒന്ന് മിണ്ടാതിരിക്കേ, സാറ് സംസാരിക്കട്ടെ. നിങ്ങളുടെ കളിപ്പുള്ളല്ലേ ഇരിക്കുന്നത്. മിനിസ്റ്റർ അതൊക്കെ വിട് ചെയ്യാ. ഞാനിപ്പോ മിനിസ്റ്ററായിട്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നേ. നിങ്ങളിൽ ഒരാളായല്ലേ. ജയാന്നല്ലേ സാർ ഇപ്പൊ എന്നെ വിളിച്ചത്? അപ്പൊ സാറിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? അതിലെന്താ സംശയം? രാജു എനിക്കെന്റെ മാനസപുത്രനല്ലേ. അപ്പോ രാജുവിന്റെ ബന്ധുക്കളും എന്റെ ബന്ധുക്കളാ. പ്രിയ, രാധമ്മ, രമ്യ, രുക്മിണി, ജയൻ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, വേണുവേട്ടനോടെ രാധമ്മേ? വേണുവേട്ടനൊരു യാത്ര പോയിരിക്കേ സർ. എന്താ ഇത്? ഇന്നത്തെ ദിവസം കൂടെ വേണ്ടതായിരുന്നു. അച്ഛൻ വരുമെന്നാ പറഞ്ഞത്. അമ്മ വന്നു. സരസ്വതി തമ്പുരാട്ടി അടിയാനൊന്നില്ല അമ്മേ. അതെല്ലാം 18-ാം നൂറ്റാണ്ടിലാ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനും സന്മനസ്സോടെ സമാധാനത്തോടെ ഇടപഴകാനും ഒരുമിച്ചിരുന്ന് ഓണസദ്യം കഴിച്ച് സന്തോഷത്തോടെ പിരിയാനും. ഇതാണ് സത്യത്തിൽ ഓണം. മലയാളിയുടെ സംസ്കാരമാണ് ഓണാഘോഷം. ഈ ദിവസമെങ്കിലും പരസ്പരം നമുക്ക് പലതും മറന്ന് ഒന്നാകാം. പ്രതാപ, ഓണ സന്ദേശം കൊടുത്ത് നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് സന്ദേശമൊന്നുമില്ല. കാലം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് മഹാബലിയുടെ ഭരണകാലത്തെ ആ നല്ല ഓർമ്മകൾ. നാം എല്ലാവരും ഒന്നാണെന്ന ആ സന്ദേശം. അതെ, നാം എല്ലാം ഒന്നാണ്. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി. ഈ ഓണം എന്നും നമ്മുടെ സ്മരണകളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജു സർ, എല്ലാവർക്കും ഓണസമ്മാനം നൽകണ്ടേ? ഓണക്കോടിയും സ്വർണ്ണ നാണയങ്ങളും എടുത്തോളൂ. ദൈവമേ, സ്വർണ്ണ നാണയം!
ഓ ഒരു പിടി കിട്ടിയിരുന്നെങ്കിൽ. വാ. മോളെ വാ. വാ. ഒന്നാമത് നമ്മൾ തമ്മിൽ സംസാരിച്ച അത് ഗൂഢാലോചനയാണെന്ന് കണ്ടെത്തുന്നവരാ ഇവിടെ പലരും. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചേ. നല്ല ഒന്നാന്തരം വീട്. ശോ, വീട് കാണാനാണോ ഇങ്ങോട്ട് വന്നേ? അല്ല പിന്നെ കാര്യം പറയാം മാഡം, ആരെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചിരുന്നു? രുക്മിണി, ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. അംബിക പറഞ്ഞോ? ഈ രമ്യക്കൊരു കുഴപ്പമുണ്ട്. വീണ്ടും വിചാരക്കുറവ്, എടുത്തുചാട്ടം, പിന്നെ കുറെ അഹങ്കാരം. ഹേയ്, അങ്ങനെയുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള ധാരണയിലാ ഞാൻ ഈ പറയുന്നത്. ആ, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. ശോ, അംബിക മേഡം കാര്യം എന്താണെന്നൊന്ന് പറ. അതായത് രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം അത് നിങ്ങൾ രണ്ട് കുടുംബവും അല്ലാതെ തൽക്കാലം മൂന്നാമതൊരു കുടുംബം അറിയരുത്. അറിഞ്ഞാൽ ഈ കല്യാണം നടക്കില്ല. ഞാൻ എഴുതി വെച്ചു തരാം. അമ്മേ, അതിനിപ്പോ എന്താ കുഴപ്പം? നമുക്കിത് രഹസ്യമായിട്ട് വെച്ചാ പോരെ? രഹസ്യമായിട്ട് തന്നെ വയ്ക്കണം. ആരും അറിയരുത്. പ്രത്യേകിച്ച് എന്റെ ആങ്ങള പ്രതാപന്റെ ചെവിയിൽ ഈ വാർത്ത എത്താൻ പാടില്ല. അതുകൊണ്ട് തമാശയായിട്ട് പോലും ഈ കാര്യം ഒരാളോടും തൽക്കാലം മിണ്ടരുത്. ഓക്കെ? ഓക്കെ. എന്നാ വാ.